ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് പറയാണ്. മുട്ട ചപ്പാത്തി ഉണ്ടെങ്കിൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുശാൽ. സമയം മുട്ട എടുക്കുക, ഓംലെറ്റ് അടിക്കുക, ചപ്പാത്തി ചുട്ടെടുക്കുക, റോൾ ചെയ്യുക, സാൻഡ്വിച്ച് മോഡൽ കഴിക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പഴയൊരു സ്റ്റോറി ഓർമ്മ വന്നത്. എൻ്റെ ഇത്താക്ക് 2 മക്കളുണ്ടായിരുന്നു. അതിൽ മൂത്ത മോന് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് നമ്മൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ SITയിൽ പേ വാർഡിലാണ് അവർ കിടക്കുന്നത്. അപ്പോൾ 2 കുഞ്ഞുങ്ങളെ കൂടെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇത്ത എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വരാം, എനിക്ക് ചപ്പാത്തി വാങ്ങിത്തരുമെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്ത പറഞ്ഞു, ഞാനൊക്കെ ചപ്പാത്തിക്ക് വാങ്ങിത്തരാം, നീ വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നു. മൂത്ത മോന് ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി ഇത്ത പോയി. ഞാൻ ഇളയ മോനും കൂടെ അവിടെ ചിരിയും കളിയും. അവൻ അന്ന് കുഞ്ഞാണ്, അവന് 1 വയസ്സ് പോലും ഇല്ല. അപ്പോൾ അവന് ഞാൻ നല്ല ബോണ്ടിങ് ആയി. അങ്ങനെ വൈകിട്ടായപ്പോൾ ഫുഡ് വാങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും മോനും കൂടി പോയിട്ട് വരാം, ഇത്തായും മൂത്ത മോനും കൂടി അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഇളയ കുഞ്ഞും കൂടി ചപ്പാത്തി വാങ്ങാൻ വേണ്ടി ക്യാൻറ്റീനിൽ പോയി ചപ്പാത്തി വാങ്ങി, അതിനൊത്ത കറിയും എല്ലാം വാങ്ങി തിരിച്ച് ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ അങ്ങോട്ട് പോയത് നമുക്കറിയാം. തിരിച്ച് നോക്കുമ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ ഇരിക്കും. തിരിച്ച് വരാനറിയില്ല. ചുറ്റും നോക്കുമ്പോൾ ഇത് ഏത് വഴി പോകണം, ഏത് വഴി കയറണം ഒന്നും അറിയാൻ വയ്യ. ഞാൻ കുഞ്ഞിനെയും കൊണ്ട് കുറേ നടന്ന് കുറേ കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ ആർച്ചെത്തി. പിന്നെ അവിടെ നിന്നിട്ട് ഇത്തായി വിളിച്ചു. ഇത്തായും മൂത്ത കുഞ്ഞും കൂടെ നടന്നു വന്നു, ഞങ്ങളെയും കൊണ്ട് തിരിച്ചു പോയി. പിന്നെ അതിന് ശേഷം ഞാൻ മെഡിക്കൽ കോളേജിൽ പോയിട്ടില്ല ഗൈസ്. അവിടെ പോയി അകപ്പെട്ട് പോയാൽ തിരിച്ച് വരാനും പറ്റില്ല, പോയ സ്ഥലം അറിയാനും പോയി. ഇതെവിടെയാണ് എല്ലാം ഒരുപോലെ ഇരിക്കും. ചെന്ന് അകപ്പെട്ട് പോയാൽ പിന്നെ ഒരു നിവർത്തിയില്ല. അന്ന് ഫോൺ കയ്യിലെടുത്തത് കൊണ്ട് എന്തോ നല്ല കാര്യം. നടന്ന് ഫസ്റ്റ് എൻട്രൻസിൻ്റെ അവിടെ എത്തി. ഇനി ബസ്സിൽ കയറി വീട്ടിൽ വരാനേ പറ്റൂ, തിരിച്ചു പോകാൻ അറിയില്ല. അവസാനം ഇത്തായി വിളിച്ചു. ഇത്തായി മോനും കൂടി റൂമിൽ കിടന്ന കുഞ്ഞിനെ എടുത്ത് തോളിലിട്ട് ഇത്ത വന്നു. ഞാനും ഇളയ മോനും നമ്മൾ 3 കൂടി പോയി റൂമിലെത്തി. അങ്ങനെ പിന്നെ ചപ്പാത്തിയെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ചപ്പാത്തി സൂപ്പറാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എളുപ്പ പണിയാണ്, നമുക്ക് ഒരു നേരം ഈസി ആയിട്ട് പോകാൻ പറ്റിയ കാര്യമാണ്.